എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്കിൻ കെയർ സീരീസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു 7 days സ്കിൻ കെയർ ചലഞ്ചാണത്. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് 2 റീസൺസ് ഉണ്ട്. ഒന്ന്, നെക്സ്റ്റ് വീക്ക് എൻ്റെ ഒരു കസിൻ്റെ മാരേജ് ഉണ്ട്. പിന്നെ ഞാൻ ഈ ഒരു 7 days ചലഞ്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്കും അത് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. കാരണം നിങ്ങൾക്കും എന്നെപ്പോലെ എന്തെങ്കിലും ഫംഗ്ഷൻസോ അങ്ങനെ എന്തിനേലൊക്കെ പോകാനുണ്ടാവും. അപ്പോൾ നിങ്ങൾക്കും എൻ്റെ കൂടെ തന്നെ ഈ ഒരു ചലഞ്ചിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ആരൊക്കെയാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതെന്ന് താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയണം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. അതിനു മുന്നേ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാം. ഇപ്പോൾ ഡേ 1 ഹോം റെമഡിയിലേക്ക് കിടക്കുന്നതിന് മുന്നേ എനിക്ക് നിങ്ങളോട് 3 കാര്യങ്ങൾ പറയാനുണ്ട്. ഈ 3 കാര്യങ്ങളും കൂടി നിങ്ങൾ എന്തായാലും ശ്രദ്ധിച്ചിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് നല്ല ഫെയർ ആയിട്ടുള്ള സ്കിന്ന് കിട്ടുള്ളൂ, നല്ല ഗ്ലോവിങ് ആയിട്ടുള്ള സ്കിന്ന് കിട്ടുള്ളൂ. അപ്പോൾ അതിൽ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ 2 ലിറ്റർ വെള്ളമെങ്കിലും ഒരു ദിവസം കുടിച്ചിരിക്കണം. നല്ലപോലെ ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കണം എപ്പോഴും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ആഴ്ചയിൽ 2 ദിവസമെങ്കിലും ABC ജ്യൂസ് കുടിക്കാൻ ശ്രമിക്കുക. ABC ജ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആപ്പിൾ, ഒരു ബീറ്റ്റൂട്ട്, ഒരു ക്യാരറ്റ്, ഇതാണ് ABC ജ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് തടിയുള്ളവരാണെങ്കിൽ ഈ ക്യാരറ്റും അതേപോലെ ബീറ്റ്റൂട്ട്, ആപ്പിളും മാത്രം അടിച്ചു കുടിക്കുക. തടി ഇല്ലാത്തവരാണെങ്കിൽ ഇതിൽ കുറച്ച് പാലും ചേർത്തിട്ട് അടിച്ചിട്ട് നമുക്ക് കുടിക്കാം. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ കഴിക്കുന്ന ലഞ്ച്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ പച്ചക്കറികൾ, അതുപോലെ ബീറ്റ്റൂട്ട്, ക്യാരറ്റ്, ലീഫി വെജിറ്റബിൾസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല മിനുസമുള്ള സ്കിന്ന് കിട്ടും. ഫസ്റ്റ് ഡേ നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മുടെ മുഖത്തുള്ള ഡാർക്ക് സർക്കിൾസ്, അതേപോലെ പിമ്പിൾസ് ഉണ്ടാവുന്ന പാടുകൾ, അതൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാണ് നമ്മൾ ഫസ്റ്റ് ഡേ ചെയ്യുന്നത്. ഇതൊക്കെ റിമൂവ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ നമ്മുടെ ഫേസ് ഒന്ന് ബ്രൈറ്റൻ ആക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഫസ്റ്റ് തന്നെ നമ്മൾ ബ്രൈറ്റൻ ആക്കാനുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയൊന്നും ബ്രൈറ്റൻ ആയിട്ടുണ്ടാവില്ല, അതേപോലെ പിമ്പിൾസിൻ്റെ പാടുകളൊന്നും പോയിട്ടുണ്ടാവില്ല. അപ്പോൾ നമുക്കൊരു ഭംഗി കിട്ടില്ല, ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് നമ്മുടെ ഡാർക്ക് സർക്കിൾസും അതേപോലെ പിമ്പിൾസ് വന്നിട്ടുള്ള പാടുകളാണ് നമ്മൾ റിമൂവ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ഒരു ഐസ് ക്യൂബ്സ് ആണ്. അപ്പോൾ ഈ ഒരു ഐസ് ക്യൂബ് എങ്ങനെ ഉണ്ടാക്കിയതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു ഐസ് ക്യൂബ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആകെ വേണ്ടത് ഒരു തക്കാളി, ഒരു ചെറിയ ഉരുളക്കിഴങ്ങ്, പിന്നെ ഒരു ചെറിയ നാരങ്ങ. അപ്പോൾ ഈ തക്കാളി നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിത് അരച്ചെടുക്കണം. അപ്പോൾ അതേപോലെ തന്നെ ഉരുളൻകിഴങ്ങും കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു നാരങ്ങയുടെ ഒരു പകുതി നീരാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നുള്ളൂ. ഇനി അത് അരച്ചെടുത്തതിന് ശേഷം നമ്മളൊരു ഐസ് ട്രേയിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് സെറ്റ് ചെയ്തെടുക്കണം. നല്ല ഐസ് ക്യൂബായിട്ട് കിട്ടണം നമുക്ക്. എങ്കിൽ മാത്രമേ നമുക്കത് ഫേസിൽ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം എനിക്കൊരു 8 ഐസ് ക്യൂബ് കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് അല്ലേ. അതേപോലെ നല്ല എഫക്റ്റുമാണ് കേട്ടോ. ഈ ഒരു കാര്യം നമുക്ക് ഡെയിലി ചെയ്യാം. ഇന്ന ദിവസം പാടില്ല എന്നൊന്നുമില്ല, നമുക്ക് ഡെയിലി ഈ ഒരു ഐസ് ക്യൂബ് വെച്ചിട്ട് ചെയ്യാം. നല്ല തണുപ്പുണ്ട്. ഇത് നമ്മുടെ ഡാർക്ക് സർക്കിൾസ് ഉള്ള കണ്ണിൻ്റെ താഴെ, അതേപോലെ പിമ്പിൾസ് ഉണ്ടായിട്ടുള്ള പാടുകൾ, അവിടെയൊക്കെ കൂടുതലായിട്ട് നന്നായിട്ട് ഉരച്ചു കൊടുക്കാം. ഇതിൽ നമ്മൾ ചേർത്തിരിക്കുന്നത് നമ്മുടെ വീട്ടിലെപ്പോഴും ഉണ്ടാകുന്ന ഇൻഗ്രീഡിയൻസ് ആണ്. തക്കാളി, അതേപോലെ പൊട്ടാറ്റോ, ലെമൺ ഒരിക്കലും നമ്മൾ ഒറ്റയ്ക്ക് ചേർക്കാൻ പാടില്ല. ലെമൺ ഭയങ്കരമായിട്ട് അസിഡിക് ആണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ കൂടെ എന്തെങ്കിലും ചേർത്തതിന് ശേഷം മാത്രമേ നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. ഇത് നമുക്ക് കിടക്കുന്നതിന് മുന്നെയോ അല്ലെങ്കിൽ നമുക്ക് രാവിലെ വേണമെങ്കിലോ ഒക്കെ ചെയ്യാം. അപ്പോൾ ഇതൊരു 5 മിനിറ്റ് ഇങ്ങനെ നല്ലപോലെ മസാജ് ചെയ്ത് കൊടുക്കുക ഈ ഒരു ഐസ് ക്യൂബ് വെച്ചിട്ട്. ഇത് നമുക്ക് ഉണ്ടാക്കിയിട്ട് ഒരു 2-3 ദിവസമൊക്കെ സ്റ്റോർ ചെയ്ത് വയ്ക്കാം. ഈ ഒരു ഐസ് ക്യൂബ് കേടുവരുമൊന്നുമില്ല. പിന്നെ ഈ നാരങ്ങയൊക്കെ അലർജി അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ നാരങ്ങ യൂസ് ചെയ്യണ്ട, പകരം തക്കാളി, പൊട്ടാറ്റോ മാത്രം യൂസ് ചെയ്താൽ മതി. ഇപ്പോൾ ഞാൻ ആ ഐസ് ക്യൂബ് വെച്ചിട്ട് മുഖത്ത് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് ഞാൻ നന്നായിട്ട് മസാജ് ചെയ്തു. ഇനി നമുക്കൊന്ന് വാഷ് ചെയ്തിട്ട് വരാം. ഞാൻ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് തുടച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ റെമഡി. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് തരാൻ മറക്കരുത്. പിന്നെ ഈ വീഡിയോനെ കുറിച്ചിട്ടുള്ള കമൻറ്റ്സ് എല്ലാം താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ.